നമുക്ക് കൂടുതൽ പ്രസംഗിക്കാനൊന്നുമില്ല, കാര്യങ്ങളൊക്കെ നാണി പറഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ പരിപാടി ഇനി അവർ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഉദ്ഘാടനത്തിനായി സാഫറിനെ ക്ഷണിക്കാം. അസ്സലാമു അലൈക്കും. സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ഏറനാടിന്റെ ഹൃദയഭൂമികയായ മോങ്ങത്തും പരിസരത്തുമുള്ള പ്രവാസികളുടെ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കാനും മാലിന്യ റിലീഫ് കമ്മിറ്റിയുടെ കുടുംബ സംഗമത്തിന് ആശംസകൾ അർപ്പിക്കുന്നതിനു വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ സത്യത്തിൽ അഷ്റഫ് ആദ്യവും പിന്നെ മോങ്ങത്തുള്ള സംഘാടകരും എന്നെ സമീപിച്ചപ്പോൾ ഞാൻ സത്യത്തിൽ അത്ഭുതപ്പെട്ടുപോയി. ഇത് ഉദ്ഘാടനം ചെയ്യാൻ ഒരു മഹല്ല് കമ്മിറ്റിയുടെ വാർഷിക സംഗമത്തിൽ വളരെ വിശദമായി മഹല്ലിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ മഹല്ല് നിവാസികളുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് സംസാരിക്കുന്നതിന് സാധാരണഗതിയിൽ ഞാനും ഞങ്ങളുടെ ഒരു മഹലുണ്ട്. നിങ്ങളുടെ ഒരു 10-15 കിലോമീറ്റർ അപ്പുറത്ത് ഇരുമ്പുഴി എന്നുള്ള മഹലില് ഞങ്ങളൊരു 100-300 പേരുടെ മഹലില് നേരത്തെ സ്വാഗതത്തിലൂടെ പറഞ്ഞതുപോലെ 1982 ഉണ്ടാക്കിയതാണ്. ഇടയ്ക്ക് ബ്രേക്ക് വരാത്തതുകൊണ്ട് അതിപ്പോ ഒരു വലിയ സംഘടനയായി മാറി. നിങ്ങളുടെ സംഘടന ഇടയ്ക്ക് വെച്ചൊരു ബ്രേക്ക് വന്നു എന്നാണ് ഞാൻ സ്വാഗതത്തിന് മനസ്സിലാക്കുന്നത്. ഏതായാലും വിശദമായി ഈ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും പുതിയ തലമുറ നാട്ടിലുള്ളവരും വളർന്നു വരുന്ന തലമുറയെ ഏതു തരത്തിൽ പരിശീലിപ്പിച്ചെടുക്കണം, സാമൂഹിക ജീർണതയ്ക്കെതിരെ എങ്ങനെ പൊരുതാൻ അവരെ പ്രാപ്തരാക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായി മതപരമായ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെ പ്രസംഗിക്കാൻ മുസ്തഫ സക്കാഫിയെപ്പോലുള്ള പണ്ഡിതന്മാർ ഉണ്ട്. അതുകൊണ്ട് 2-3 കാര്യങ്ങൾ മാത്രം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഞാൻ നിങ്ങളുടെ റിപ്പോർട്ട് കണ്ടപ്പോ സത്യത്തിൽ ഈ 8 വർഷം കൊണ്ട് 28 ലക്ഷത്തോളം രൂപ ജീവകാരുണ്യ രംഗത്തും സേവന രംഗത്തിനും വേണ്ടി ചെലവഴിച്ചു എന്നത് വളരെ അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ്. തീർച്ചയായും ജിദ്ദയിലുള്ള അതുപോലെ തന്നെ ജിദ്ദയ്ക്ക് പുറത്തും സൗദിയിലേക്ക് പുറത്തൊക്കെയുള്ള ഗൾഫ് നാടുകളിലുള്ള അതാത് രാജ്യങ്ങളിലെ മഹല്ല് കമ്മിറ്റികളും പ്രാദേശിക കൂട്ടായ്മകളുമാണ് ഓരോ പ്രദേശത്തും കേരളത്തിന്റെ ഓരോ ഗ്രാമത്തെയും അതിന്റെ ഇന്ന് കാണുന്ന മാറുന്ന മുഖച്ഛായിലേക്ക് മാറ്റിയതും ആ നാടിനെ ഒരർത്ഥത്തിൽ ജീവിപ്പിക്കുന്നതും. തീർച്ചയായും നിങ്ങൾക്കറിയാം, പ്രവാസികളുടെ സാമ്പത്തികമായ സ്രോതസ്സാണ് കേരളത്തിന്റെ സമ്പദ്ഘടനയെ താങ്ങി നിർത്തുന്നത് എന്ന കാര്യം. 10-25,000 കോടി, അതിപ്പോ ഏതാണ്ട് 30,000 കോടിയോളം രൂപയായി. നമ്മുടെ വാർഷിക ബഡ്ജറ്റിനേക്കാൾ അത്രയും വലിയ സംഖ്യ പ്രവാസികൾ കേരളത്തിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിന്റെ സമ്പദ്ഘടനയുടെ നട്ടെല്ല് തന്നെ പ്രവാസികളുടെ പണമാണ്. അതുപോലെ ഓരോ പ്രദേശത്തെയും പ്രാദേശികമായ കൂട്ടായ്മകൾ, പ്രാദേശികമായ സംഘടനകൾ, സ്ഥാപനങ്ങൾ ഇതൊക്കെ നിന്നുപോകുന്നതും തീർച്ചയായും പ്രവാസികളുടെ പണം കൊണ്ടാണ്, പ്രവാസികളുടെ സഹായം കൊണ്ടാണ്, പ്രവാസികളുടെ ഉപാധികളില്ലാത്ത, ചരടുകളില്ലാത്ത സഹായം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കൂട്ടായ്മകൾ ഒരുപക്ഷെ അതിന്റെ പ്രവർത്തനങ്ങൾ ഏതെങ്കിലും കാരണവശാൽ സ്തംഭിക്കുകയോ മുടങ്ങുകയോ ആ സഹായ സ്രോതസ്, സഹായധനം നിലയ്ക്കുകയോ ചെയ്താൽ തീർച്ചയായും ഈ പ്രവർത്തനങ്ങളൊക്കെ ഒരർത്ഥത്തിൽ സ്തംഭിക്കുക പോലും ചെയ്യും എന്നൊരവസ്ഥയും നിലവിലുണ്ട്. ഈ
നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഈ 3 കാര്യങ്ങൾക്കാണ് മുൻഗണന എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. പക്ഷേ എനിക്ക് ചെറിയൊരു വിയോജിപ്പുള്ളത് ഈ വിവാഹത്തിന് വേണ്ടി കൂടുതൽ വിവാഹം ഞങ്ങളുടെ ഒന്നാം അജണ്ടയാണ് എന്ന് പറയുമ്പോൾ തന്നെ ഈ വിവാഹത്തിന്റെ പേരിൽ ഇപ്പൊ ഞങ്ങളുടെ അവിടെ മഹല്ല് കമ്മിറ്റികളുടെ സാധാരണഗതിയിൽ അത് ഞാൻ ജനറലൈസ് ചെയ്ത് പറയല്ല, അത് വളരെ അതിന്റെ അപവാദങ്ങളുണ്ട്. എന്നാൽ പോലും ആളുകൾ മഹല്ല് കമ്മിറ്റിക്ക് കത്തെഴുതുകയും അവിടെ തന്നെ നാട്ടില് ഏതെങ്കിലും പെൺകുട്ടികളുടെ രക്ഷിതാക്കളും അവരോട് ബന്ധപ്പെട്ട സംഘടനകളൊക്കെ 1 ലക്ഷം അല്ലെങ്കിൽ 100 പവൻ അല്ലെങ്കിൽ 50 പവൻ 1 ലക്ഷം ഇതൊക്കെ ഗൾഫിലുള്ള കമ്മിറ്റിക്കാരെ കണ്ട് മാത്രം ചെയ്യുന്ന ഒരു പ്രവണത അത് മിക്കവാറും എല്ലാ പ്രാദേശികമായി കമ്മിറ്റികളുടെയും ഒരു ജീർണമായ മുഖമാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഗൾഫിലുള്ള കമ്മിറ്റികളെ മാത്രം ആശ്രയിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരർത്ഥത്തിൽ നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. അതുപോലെ തന്നെ ആഡംബരം, ധൂർത്ത് ഇതൊക്കെ ഗൾഫിൽ നിന്നുള്ള ആളുകളുടെ സാമ്പത്തിക സ്രോതസ്സിനെ ആശ്രയിച്ച് മാത്രം നടത്തുന്നതും നിരുത്സാഹപ്പെടുത്തേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഈ ക്യാൻസർ സംബന്ധിച്ച് അതുപോലെ തന്നെ മാരക രോഗങ്ങൾക്ക് അടിപ്പെട്ടിട്ടുള്ള ആളുകളെ സഹായിക്കുന്നതിനും അവരെ പുനരധിവസിപ്പിക്കുന്നതിനും ഒരർത്ഥത്തിൽ അവരുടെ വേദനകൾ അകറ്റുന്നതിനു വേണ്ടിയുമൊക്കെയുള്ള പ്രവർത്തനങ്ങൾ മലപ്പുറം ജില്ലയിൽ തന്നെ ഇവിടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക്കുകൾ നിങ്ങൾക്കറിയാം, മഞ്ചേരിയിലും തിരൂരങ്ങാടിയിലും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരം പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്നതിനും പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക്കുകളുടെ പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയും ചെയ്യണം എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഏതായാലും വളരെ വിശദമായി ഞാനൊന്നും സംസാരിക്കുന്നില്ല. ഇതിന്റെ പ്രധാന പ്രശ്നം നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന ഈ പുതിയ തലമുറയുടെ ജീർണത. അത് വളരെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ദൃശ്യമാധ്യമങ്ങളും മറ്റു മാധ്യമങ്ങളും അച്ചടി മാധ്യമങ്ങളൊക്കെ സ്ഥിരമായി കാണുകയും വായിക്കുകയും ചെയ്യുന്ന ആളുകൾക്കറിയാം നമ്മുടെ പുതിയ തലമുറ ഏതൊക്കെ തരത്തിലെ സാമൂഹികമായ ജീർണതയ്ക്ക് അടിപ്പെടുന്നുവെന്ന്. അതുകൊണ്ട് തന്നെ അവയെ നിരുത്സാഹപ്പെടുത്തുകയും അതിനെതിരായി കൂടി പോരാടാൻ ഇത്തരം മഹല്ല് കൂട്ടായ്മകൾക്ക് അതൊരു സന്ദേശമായി ഒരു ദൌത്യമായി ഏറ്റെടുക്കുകയും ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മഹല്ല് കമ്മിറ്റിയുടെ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ആശംസകളും വിജയാശംസകളും അർപ്പിച്ചുകൊണ്ടും ഞാൻ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനമായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും.